ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും നമ്മളാ കണ്ടൻറ് വീഡിയോ, വണ്ടികളുടെ വീഡിയോ ഒന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ല. കടയിലാണ്, സ്വന്തം കടയിൽ കൊണ്ട് പുറത്തിറങ്ങി വീഡിയോ എടുക്കാനും പറ്റില്ല. പണ്ടൊക്കെ ഞാൻ ഞായറാഴ്ചകളിലൊക്കെ പോയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചകളിലും പല കാരണം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒഴിവ് കിട്ടുള്ളൂ. അപ്പം അന്ന് ഞാൻ കട തുറക്കുന്നുണ്ട്, ഉച്ചവരേക്കും കട തുറക്കുന്നുണ്ട്. കടകളിൽ കച്ചവടം പൊതുവെ കുറവാണ്. സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിയിരുന്നെങ്കിലൊക്കെ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ കട തുടങ്ങി ഭയങ്കര ഒരു വലിയൊരു പ്രോബ്ലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കച്ചവടമില്ല. പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ഫീസ്, ടാക്സ് കാര്യങ്ങളൊക്കെ കൂടി. പിന്നെ GST കാര്യങ്ങളൊക്കെ കടക്കാർ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ മൊത്തത്തിൽ. ഞങ്ങൾക്ക് കേരളത്തിൽ തൊഴിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരങ്ങളൊക്കെ കൂടി വരികയാണ്. അതുകൊണ്ട് കടകളിലൊന്നും ഇപ്പോൾ ആരും കയറുന്നില്ല. കിട്ടിയ ക്യാഷ് ആണെങ്കിൽ തന്നെ അത് ഓൺലൈനിൽ കൂടെയാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ കന്നഡയുടെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ കന്നഡയുടെ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ മേടിക്കുന്നുണ്ട് ആൾക്കാർ. കൂളിംഗ് ഗ്ലാസ് ആയാലും അത് എളുപ്പമാണ് മേടിക്കാൻ. കൂളിംഗ് ഗ്ലാസ്സൊക്കെ പവറൊക്കെ പവറൊക്കെ എഴുതി പ്രിസ്ക്രിപ്ഷനൊക്കെ പ്രകാരമുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൺലൈനിൽ കൂടെ ഫ്രെയിം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഓൺലൈനിൽ കൂടെ തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ സാധാരണക്കാരായ കച്ചവടക്കാരെ ബാധിക്കും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു എമൗണ്ട് കച്ചവടത്തിലൊന്നും വലിയൊരു ലാഭ കാര്യങ്ങളൊന്നും ആർക്കും കിട്ടുന്നില്ല. ഒക്കെ അന്നന്ന് ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ ക്യാഷ് മാത്രമേ എല്ലാവരും കിട്ടുള്ളൂ. പിന്നെ കട ഒരു 5-6 വർഷം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വാടക കൊടുക്കണം. പിന്നെ തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശമ്പളം അതിന് കൊടുക്കണം. എൻ്റെ കടയിൽ പിന്നെ തൊഴിലാളികളൊന്നുമില്ല, ഞാൻ തന്നെയാണ്. തൊഴിലാളികളെ നിർത്തണമെങ്കിൽ എനിക്ക് ഇത്രയും ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ശമ്പളം തികച്ച് കിട്ടുന്നില്ല. അപ്പോൾ തൊഴിലാളികളെയും കൂടി നിർത്തുമ്പോൾ പിന്നെ നമുക്ക് അത്രയും വരുമാനം കുറവായിരിക്കും. ഇതിപ്പോൾ കന്നഡയുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ ബിസിനസ്സും ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് കേരളത്തിലെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിലില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. തൊഴിലുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നുള്ളൂ. പിന്നെ മാറി വാങ്ങാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് വേണം. ക്യാഷിന് തൊഴിലുണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. സാധാരണക്കാരിൽ ക്യാഷ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മളെ കച്ചവടക്കാരിലേക്ക് എത്തിക്കുള്ളൂ. അതാണ് ഇപ്പം ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗമാവും എന്നുള്ളതിലാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വെച്ചത്. അതിപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ കടയിൽ മാത്രമല്ല, സ്വർണത്തിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് ഇപ്പോൾ കേട്ടോ. സ്വർണ്ണക്കടയിലൊക്കെ വെറുതെ ഇരിക്കുകയാണ്. ഇത്രേ കാലങ്ങൾ പഴക്കമുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ, വനിതാ ജ്വല്ലറി. മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിൽ നവാർ കോംപ്ലക്സ് പറയും. അതിനുള്ളിൽ തന്നെ നമ്മളെ വനിതാ ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കട ഉള്ളത്. ഐ വിഷൻ ഒപ്റ്റിക്കൽസ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വരി, അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരാം. അല്ലമിൻ സ്റ്റോറുണ്ട്. ഇതിലൊക്കെ ഈ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അങ്ങനെയൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. പല വക ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാർപ്പായ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കടയാണ്. അപ്പോൾ എല്ലാത്തിലും കച്ചവടം കുറവാണ്. വാടകയുടെ കാര്യത്തിൽ അവർ കൊല്ലം വാടക
5% വെച്ച് കൂട്ടും. വ്യാപാരികളിൽ നിന്ന് 5% വെച്ചിട്ടാണ് ഈടാക്കുന്നത്, മുതൽ ഈടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസ്ഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ കൂടെ സാധനങ്ങൾ വാങ്ങണതിൽ നിന്ന് നിങ്ങളൊക്കെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ സഹകരിച്ച് ഞങ്ങളെ ഒപ്പം നിൽക്കണം. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴൊക്കെ എല്ലാതും ഓൺലൈനിൽ കൂടെ ഇല്ലാണ്ട് ഞങ്ങളെത്തുന്ന സാധനങ്ങൾ വാങ്ങണം. ഞങ്ങളതിന് പരമാവധി നമ്മൾ ഇപ്പോൾ എല്ലാ കടകളിലും നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കണം, അതുതന്നെയാണ് മുഖ്യ ഘടകം. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ എൻ്റെ കടയിലേക്ക് വരാൻ, അതുപോലെ തന്നെ എല്ലാ കടയിലേക്കും പോകാനും വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.